ഈ ദിനത്തിൽ തയ്യാറാക്കുന്ന കുറിപ്പിൽ സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ മഹത്വ വിവരണം ഉണ്ടാകണം. സ്വാതന്ത്ര്യം കൈവരിച്ച ശേഷമുള്ള ഇന്ത്യയുടെ സഞ്ചാരപഥങ്ങൾ പരിശോധിക്കണം. നമ്മുടെ രാജ്യം ഇന്നെത്തി നിൽക്കുന്ന ദശാസന്ധികളുടെ അവസ്ഥാന്തരങ്ങൾ വിലയിരുത്തണം. ആദ്യ രണ്ട് ഭാഗങ്ങളും പാരാവാരം പോലെ പരന്നു കിടക്കുമെങ്കിൽ അതിനേക്കാൾ ദൈർഘ്യമേറിയതാകും മൂന്നാം ഖണ്ഡിക. മൂന്നിനും പൊതുവായി നമ്മോട് പറയുന്നത് മറന്നു പോകരുതെന്നാണ്, ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്ന്. സ്വാതന്ത്ര്യദാനം കിട്ടിയതല്ലെന്നും പൊരുതി നേടിയതുമാണെന്നുള്ള ഓർമ്മ, ജീവത്യാഗങ്ങളും ആത്മസമർപ്പണങ്ങളും സഹനങ്ങളും നിറഞ്ഞതാണെന്ന ഓർമ്മ. പോയതിനു മുമ്പുള്ള നൂറ്റാണ്ടിന്റെ അവസാന ദശകങ്ങളിലാണ് സ്വാതന്ത്ര്യദാഹവുമായി നമ്മുടെ പൂർവികർ പോരാട്ടം തുടങ്ങിയത്. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ അത് വൻ പ്രസ്ഥാനമായി വളർന്നു. അതിന് പിന്നിൽ മാർക്സിയൻ ആശയങ്ങളുടെ പ്രേരണയും മഹത്തായ ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന്റെ സ്വാധീനവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലോകത്തെ എല്ലാ കോളനി രാജ്യങ്ങളിലെയും ജനങ്ങളിൽ വിമോചന സ്വപ്നങ്ങൾ ഉണ്ടായത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ആദ്യമേ പൂർണ്ണ സ്വരാജ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് കമ്മ്യൂണിസ്റ്റുകാരായത് ആ സ്വാധീനത്തിന്റെ പ്രതിഫലനമായിരുന്നു. കോൺഗ്രസും മഹാത്മജിയും പോലും മറച്ചു നിന്നിടത്താണ് 1921 അലഹബാദ് കോൺഗ്രസ് സമ്മേളനത്തിൽ കമ്മ്യൂണിസ്റ്റുകാരനായ ഹസ്രത് മൊഹാനി പ്രസ്തുതാവശ്യം പ്രമേയമായി അവതരിപ്പിക്കുന്നത്. 1925 CPI രൂപീകൃതമാവുകയും ബഹുജന പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുകയും ചെയ്തതോടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം വേറിട്ട രൂപഭാവങ്ങൾ കൈവരിച്ചു. അതിന്റെ ഫലമായി കോൺഗ്രസിനും പൂർണ്ണ സ്വരാജ് എന്ന ആവശ്യം അംഗീകരിക്കേണ്ടി വന്നു. അതിനുശേഷമുള്ള 2 ദശകങ്ങളിലെ പോരാട്ടങ്ങൾ ബ്രിട്ടീഷുകാർക്ക് പിടിച്ചു നിൽക്കാനാവാത്ത വിധം പ്രഹരശേഷിയുള്ളതായി. അങ്ങനെ സാമ്രാജ്യ മേലാളന്മാരിൽ നിന്നും പൊരുതി പിടിച്ചു വാങ്ങിയതാണ് നമ്മുടെ സ്വാതന്ത്ര്യം. എല്ലാവരും പോരാളികളായ ആ ഘട്ടത്തിലും ഒളിച്ചു കളിച്ചും ഒറ്റുകൊടുത്തും മാപ്പപേക്ഷിച്ചും വിഹരിച്ചവരും ഉണ്ടായിരുന്നു ഇന്ത്യ ചരിത്രത്തിൽ. പല പേരുകളിൽ നടന്ന സ്വാതന്ത്ര്യ സമരങ്ങളെ കുറ്റപ്പേരുകളും പരിഹാസനാമങ്ങളും ഇട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യപതികൾ രേഖപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അതിനും അവർ കൈയടിച്ചു. അവർ RSS എന്നും ജനസംഘം എന്നും അറിയപ്പെട്ടു. ഇന്നത്തെ രാജ്യ ഭരണാധികാരിയുടെ പൂർവ്വരൂപമായിരുന്നു അവർ. 1947 ഓഗസ്റ്റിലെ പുതിയുഗ പിറവിക്ക് ശേഷമുള്ള സ്വതന്ത്ര ഇന്ത്യയുടെ പ്രയാണം പ്രയാസ പദങ്ങളിലൂടെ ആയിരുന്നു. പുതിയൊരു രാഷ്ട്രം കെട്ടിപ്പടുത്തണമെന്നായിരുന്നു. ഐക്യവും അഖണ്ഡതയും മതേതര സ്വഭാവവും തിരികെ പിടിക്കണമെന്നായിരുന്നു. സാമൂഹ്യ ഘടന നിർണയിക്കണമെന്നായിരുന്നു. ജനങ്ങളുടെ ഉന്നമനത്തിനുള്ള വഴികൾ വെട്ടണമെന്നായിരുന്നു. പുതുതലമുറയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനുള്ള സൗധങ്ങൾ പണിയണമെന്നായിരുന്നു. അതിനുള്ള ദൗത്യം പ്രധാനമായും നിർവഹിച്ചത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. നാടുവാഴികളും രാജാധികാരികളും ഐക്യഭാരത സങ്കല്പത്തെ വെല്ലുവിളിച്ചപ്പോൾ ആയുധവും വാരിക്കുന്തവും ഏന്തി പൊരുതിയത്. മതവിദ്വേഷത്തിന്റെ വിഷബീജങ്ങൾ നുരച്ചപ്പോൾ മതേതരത്വം നിലനിർത്തുന്നതിന് പരിശ്രമിച്ചത്. സാമൂഹ്യ ഘടനയിൽ എല്ലാവർക്കും പരിഗണന കിട്ടുന്ന ഭരണഘടനയുടെ രൂപീകരണത്തിൽ പങ്കുവഹിച്ചത്. എല്ലായിടത്തും അവരുണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാർ. സമ്മിശ്ര സമ്പദ് വ്യവസ്ഥയും ചേരിചേരാ വിദേശ നയവും ദേശസാൽക്കരണവും തീരുമാനിക്കുന്നതിലും കമ്മ്യൂണിസ്റ്റുകാരുടെ പോരാട്ടവും സമ്മർദ്ദവും ഉണ്ടായി. ഇങ്ങനെയൊക്കെയാണ് ഇന്ത്യ സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കായത്. പ്രസ്തുത സ്വതന്ത്ര രാജ്യം 79 സംവത്സരങ്ങൾ പൂർത്തിയാക്കുമ്പോൾ മേൽപ്പറഞ്ഞ എല്ലാ നല്ലതും നന്മകളും വെല്ലുവിളി നേരിടുകയാണ്. സ്വാതന്ത്ര്യ പോരാട്ടത്തെ ഒറ്റുകൊടുത്തവർ, ലോകത്തെ കാൽ കീഴിലാക്കുന്നതിന് പട നയിച്ച ഫാസിസത്തിന്റെ പിന്മുറക്കാർ രാജ്യഭരണം നടത്തുന്നു. 12 വർഷമായി ഭരിക്കുന്ന RSS BJP ഭരണത്തിന് കീഴിൽ സ്വാതന്ത്ര്യവും മതേതരത്വവും ജനാധിപത്യവും സാമൂഹിക ഘടനയും വെല്ലുവിളികളെ നേരിടുകയാണ്. ലോകത്തെ ഏറ്റവും സമ്പന്നരിലെ വലിയൊരു വിഭാഗം അധിവസിക്കുകയും ലോക സാമ്പത്തിക ശക്തിയായെന്ന് ഭരണകൂടവും വാഴ്ത്തുപാട്ടുകാരും പുകഴ്ത്തുകയും ചെയ്യുന്ന ഇന്ത്യ, ദരിദ്രരുടെയും തൊഴിലില്ലാ ചെറുപ്പത്തിന്റെയും ആത്മഹത്യ ചെയ്യുന്ന കർഷകരുടെയും അവകാശ നിഷേധം നേരിടുന്ന തൊഴിലാളികളുടെയും വിദ്യയും ആരോഗ്യവും പരിപാലനവും നിഷേധിക്കപ്പെടുന്നവരുടെയും എണ്ണത്തിലും ലോകത്തിൽ മുന്നിൽ നിൽക്കുന്നു. ഫാസിസത്തിന്റെ എല്ലാ സ്വഭാവ സവിശേഷതകളും പ്രകടമാകുന്ന ഭരണ രാഷ്ട്രീയം അധികാരം ഉറപ്പിക്കുന്നതിന് എല്ലാ കുതന്ത്രങ്ങളും പയറ്റുന്നു. മത സാമുദായിക വേർതിരിവുകൾ, വിദ്വേഷ പ്രചരണങ്ങൾ, വെറുപ്പ് ഉൽപാദനം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ദുരുപയോഗം, ജനാധിപത്യത്തിന്റെ അടിത്തറയായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അട്ടിമറി, ചെയ്തു കൂട്ടുന്ന വൃത്തികേടുകൾക്കും ഹീനകൃത്യങ്ങൾക്കും കണക്കില്ല. വിദ്യയും ആരാധനയും വിറ്റുപോലും പണമുണ്ടാക്കുന്ന ഞെട്ടിക്കുന്ന വാർത്തകളും 79ാം സ്വാതന്ത്ര്യ വർഷത്തിന്റെ പ്രത്യേകതയാണ്. ഇതിനെല്ലാമെതിരായി ഉയർന്നു വരുന്ന പ്രക്ഷോഭങ്ങളെ ഞെക്കിക്കൊല്ലുന്നതിനുള്ള ഭരണകൂട ഭീകരതയും അരങ്ങു തകർക്കുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരായി വളർന്ന് പന്തളിച്ച പോരാട്ടം വിജയം നേടിയത് പ്രതീക്ഷ നൽകുന്നുവെങ്കിലും അടിച്ചമർത്തൽ നടപടികൾ തുടരുന്നു. CPI നടത്താനിരിക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നതിന് സ്വാഭാവികമായും അനുവദിക്കുന്ന തീവണ്ടികൾ റദ്ദു ചെയ്തുകൊണ്ട് തങ്ങൾ ഭീരുക്കളാണെന്ന് ഭരണാധികാരികൾ അടയാളപ്പെടുത്തിയിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ. ഇത് പരാജയം നേരിട്ട് തുടങ്ങിയ ഭരണാധികാരിയാണ് ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിനം പോയ കാല പോരാട്ടങ്ങൾ ഓർത്തെടുത്ത് പുതിയ പ്രക്ഷോഭങ്ങൾക്ക് തിരികൊളുത്തണമെന്നാണ് രാജ്യത്തോട് ആഹ്വാനം ചെയ്യുന്നത്.